നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഈ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ആസ് വി ആർ റീച്ചിങ് ഓൾമോസ്റ്റ് 500 ഫോളോവേഴ്സിൻ്റെ ഒരു കുഞ്ഞു ഫാമിലി. സോ ഹാപ്പി ഫോർ ദ സ്മോൾ ഗ്രോത്ത്. അതേപോലെ തന്നെ ഒത്തിരി സന്തോഷം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരോടും എല്ലാവരോടും. ഇനി വരുന്ന വീഡിയോസും ഷോർട്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡു കമൻറ്റ് യുവർ കമൻറ്റ്സ്. വി വിൽ ബി റിയലി ഹാപ്പി ടു സീ ദോസ്. ഏറെ വർക്കുള്ളൊരു ഡേയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. കുക്കീസ് അതിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ ബാച്ച് മാത്രമാണ്. അതിൻ്റെ കൂടെ ഏകദേശം നമുക്ക് 15 കേക്ക്സും അതേപോലെ തന്നെ 2 ടയർ കേക്ക്സ് ആയിക്കോട്ടെ, ടൈൽഡ് ബ്രൗണീസ്, വെറീൻസ്, കേക്സിക്കിൾസ്, കപ്പ് കേക്ക്സ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു ഡേ തന്നെയായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ടയർ കേക്കിൻ്റെ ആ ഒരു വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നമുക്ക് ബോട്ടമിൽ 2 kg ആയിട്ട് വന്നിട്ട് അതിൽ നമുക്ക് നല്ല ടോഫി കാരമലും അതേപോലെ നമ്മുടെ ബട്ടർ സ്കോച്ച് നട്ട്സും ഒക്കെ ഫില്ലിംഗ് ആയിരുന്നു വരുന്നത്. സോ എപ്പോഴും തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ക്രം കോട്ടിങ് ഇസ് ഓൾവേസ് എസെൻഷ്യൽ. നമ്മൾ എത്ര പ്രൊഫഷണൽസ് ആണെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ക്രം കോട്ട്. അതേപോലെ തന്നെ ഓരോ ലേയേഴ്സൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഒക്കെ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത കേക്കിൻ്റെ ക്രം കോട്ടിംഗ് ആണ്, ലോട്ടസ് ബിസ്കോഫ്. നല്ല റിച്ച് ഫില്ലിങ്സ് ആയിരിക്കണം, നമുക്ക് എപ്പോഴും നിർബന്ധമുള്ളൊരു കാര്യമാണ്. ബട്ട് നോട്ട് ടു സ്വീറ്റ് ഓൾസോ. അതേപോലെ നമ്മുടെ എല്ലാ കേക്സിൻ്റെയും ക്രം കോട്ടിംഗ് ആയാലും ഫൈനൽ കോട്ടിംഗ് ആയാലും ക്ലീനിങ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. ആ കൂടെ തന്നെ നമ്മുടെ അടുത്ത ഒരു പേസ്ട്രി സെറ്റും കൂടി ഉണ്ടായിരുന്നു. പേസ്ട്രി സെറ്റിൻ്റെ ക്രം കോട്ടിംഗ് ആണ് ഈ കാണുന്നത്. അതിൻ്റെയും സൈഡ്സൊക്കെ നല്ലപോലെ ക്ലീനാക്കി ഇവരെല്ലാം ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മുടെ 2 ടയർ കേക്കിൻ്റെ ടോപ്പ് ടയറായിട്ട് വരുന്ന ലെയറിങ്ങിൻ്റെ ഒരു ക്രം കോട്ടിംഗ് ആണ് കാണുന്നത്. ഇനി വരുന്നത് പതുക്കെ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു നല്ല ലൈറ്റ് ഐവറി ഷെയ്ഡാണ് നമ്മുടെ ബാപ്റ്റിസം കേക്കിന് വരുന്ന ഒരു തീം, ഐവറി ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. അതിൽ നമ്മൾ ആ പിങ്കിൽ ഒരു ചെറിയ ട്രിക്കും കൂടെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ഇഫക്റ്റ് വരുമ്പം അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ കുറച്ചുകൂടെ ഭംഗിയാവും എന്നോർത്തിട്ടാണ്. പാലറ്റ് നൈഫ് സ്ട്രോക്സ് വെച്ചിട്ട് ഒരു ചെറിയ വിൻറ്റേജ് ടച്ചാണ് നമ്മൾ ആ ബോട്ടം പോർഷനിൽ മാത്രമായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ കവറിങ് ചെയ്തിട്ട് ഉള്ള ആ ഒരു സ്ക്രീപ്പിംഗ് ഇഫക്റ്റാണ് ഈ കാണുന്നത്. നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് എഡ്ജസും കാര്യങ്ങളൊക്കെ അടുത്തൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ട്രിക്ക്. നമ്മൾ ആ ബോട്ടമിൽ മാത്രമായിട്ട് ചെറുതായിട്ട് പാലറ്റ് നൈഫിൻ്റെ ഒരു ടെക്നിക്കും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞ് അത് സെറ്റാകുന്ന ടൈം കൊണ്ടാണ് നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ കേക്ക്, അതായത് ഒരു ലൂനി ട്യൂൺസിൻ്റെ കേക്കാണ്. ഇത് കുറച്ച് ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഡെസേർട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കിപ്പോൾ കാണാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളതിന് ബോട്ടം ടയറിൽ നമ്മൾ ആ ഒരു പേസ്റ്റൽ യെല്ലോ ആൻഡ് ടോപ്പ് ടയറിന് നമ്മളൊരു പേസ്റ്റൽ ക്രീം ഷെയ്ഡാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. ബിക്കോസ് ബാക്ക് ഡ്രോപ്പിൽ വരുന്ന ബലൂൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. സോ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഫൈനൽ കോട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഇതേപോലെ നമ്മൾ അതിൻ്റെ എൻറ്റയർ ബോഡിയും ആ ഒരു ക്രീം ഷെയ്ഡിലാണ് കവർ ചെയ്യുന്നത്. കവറിങ് ചെയ്തിട്ട് നമ്മൾ ഇതും അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ സെറ്റിങ്ങിന് വേണ്ടി വെക്കും. ഇത് അതിൻ്റെ ഫൈനൽ ഷാർപ്പ് എഡ്ജസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പോർഷനാണ്. ആൻഡ് ദെൻ കമ്മിങ് ടു നമ്മുടെ അടുത്ത പേസ്ട്രി കേക്ക്. പേസ്ട്രി കേക്കിൻ്റെ നമുക്ക് സ്ലൈസസ് ആക്കാനുണ്ട്. അതിന് നമ്മൾ ഒരു വെരി മൈൽഡ് ലെമൺ യെല്ലോ ഐവറി മിക്സാണ് ചെയ്തത്. ആ കൂടെ നമുക്ക് വെറീൻസ് ഉണ്ടായിരുന്നു. വെറീൻസിൻ്റെ അകത്തുള്ള കുവച്ച ചോക്ലേറ്റ് മൂസ് ഫില്ലിങ്ങും കാര്യങ്ങളുമാണത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെറ്റായിട്ട് വന്ന പേസ്ട്രി കേക്കിന് നമ്മൾ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ചെറിയ നോസൽ ഡിസൈൻ വർക്കാണ് കൊടുക്കുന്നത്. അതും ഒരു പേസ്റ്റൽ വയലറ്റിഷ് എന്ന് പറയാം, ഒരു ബേബി വയലറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു. ആ കൂടെ നമുക്ക് കുറച്ച് മിനി കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. നോർമൽ കപ്പ് കേക്ക്സ് പോലെയല്ല, മിനി കപ്പ് കേക്ക്സ് കുറച്ചുകൂടെ ചെറുതായിരിക്കും. അതിൻ്റെ അകത്ത് നട്ട്സിൻ്റെ ഫില്ലിങ്ങും ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്ങും അല്ലെങ്കിൽ പല ഫ്ലേവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മളിപ്പോഴും മിനി കപ്പ് കേക്ക്സ് ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഉണ്ടായിരുന്ന ഒരു ബഞ്ച് ഓഫ് ബാപ്റ്റിസമിൻ്റെ കൂടെയുള്ള മിനി കപ്പ് കേക്ക്സും കൂടെ നമ്മൾ അതിൽ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ലൂനി ട്യൂൺസിൻ്റെ ഫൈനൽ സെറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. എല്ലാം നമ്മുടെ കോൺക്ലേയിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ പെർഫെക്റ്റ്ലി ഡ്രൈ ചെയ്തിട്ട് പെർഫെക്റ്റ് സെറ്റിംഗ് ആയിരിക്കണം. എന്നാലേ എത്ര അവേഴ്സ് വേണമെങ്കിലും അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. പ്ലസ് നമ്മുടെ ബട്ടറി മാസ്കപ്പോണും കൂടി ആയതുകൊണ്ട് തന്നെ അതിലേക്കും നമുക്ക് നല്ല സ്മൂത്ത് ഷാർപ്പ് എഡ്ജസ് ആയിരിക്കണം എപ്പോഴും. എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒക്കെ പ്ലേസ് ചെയ്തു. നമ്മുടെ ബുൾഡോഗ്, റോഡ് റണ്ണർ, റാബിറ്റ്, ബണ്ണി, എല്ലാവരും ട്വീറ്റിയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു. ആ കൂടെ നമ്മുടെ കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളും കസ്റ്റം ചോപ്പേഴ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഫൈനൽ ലുക്കിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റ് ഓഫ് ഓൾ ദറ്റ് വി ഹാഡ് ഓൺ ദ സെയിം ഡേ. കുക്കീസും കാര്യങ്ങളൊക്കെ നേരത്തെ പിക്ക് ചെയ്തു. സോ അത് നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ നമ്മുടെ കപ്പ് കേക്ക്സ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള കപ്പ് കേക്ക്സും അതേപോലെ അല്ലാണ്ടുള്ള പ്ലെയിൻ കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. കേക്സിക്കിൾസ്, ടൈൽഡ് ബ്രൗണീസ്, എല്ലാത്തിലും നമുക്ക് ആ ഒരു ലൂനി
ട്യൂൺസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദ കേക്ക്. ആ കളേഴ്സ് വർ സോ ലവ്ലി, ഒത്തിരി ഇഷ്ടമായ കോമ്പിനേഷൻ ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ മൂസ് ബെറീൻസ് ഉണ്ടായിരുന്നു. ബെറീൻസിലും നമുക്ക് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ദ പേസ്ട്രീസ്. ഇനിയുള്ളത് നമ്മുടെ ബാപ്റ്റിസം തീമിലുണ്ടായിരുന്ന ഫൈനൽ കേക്ക് ലുക്കാണ്. ബൈ ബൈ.